അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് H-1B വിസ ലഭിക്കാറുണ്ട്. സാധാരണയായി ഈ വിസ 3 വർഷത്തേക്കാണ് ആദ്യം അനുവദിക്കുന്നത്. ഇത് വീണ്ടും 3 വർഷത്തേക്ക് കൂടി നീട്ടാം. അങ്ങനെ ആകെ 6 വർഷം വരെ അമേരിക്കയിൽ ജോലി ചെയ്യാം. എന്നാൽ ഈ 6 വർഷം കഴിഞ്ഞിട്ടും H-1B വിസയുടെ കാലാവധി നീട്ടാൻ ചില വഴികളുണ്ട്. 6 വർഷം കഴിഞ്ഞും H-1B വിസയുടെ കാലാവധി നീട്ടാൻ ചില പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കണം. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫോം I-140 അല്ലെങ്കിൽ ലേബർ സർട്ടിഫിക്കേഷൻ സമർപ്പിക്കുന്നത്. നിങ്ങൾ H-1B വിസ നീട്ടാൻ ഉദ്ദേശിക്കുന്ന തീയതിക്ക് 1 വർഷം മുൻപെങ്കിലും ഈ ഫോം സമർപ്പിച്ചിരിക്കണം. ഇങ്ങനെ ഫോം സമർപ്പിച്ചാൽ അത് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ H-1B വിസ ഓരോ വർഷം വീതം നീട്ടാൻ സാധിക്കും. പുതിയ തൊഴിലുടമ ഫോം I-129 സമർപ്പിച്ചാൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ആ അപേക്ഷ സ്വീകരിച്ചാൽ ഉടൻ തന്നെ ജീവനക്കാരന് ജോലി തുടങ്ങാം. ഇത് H-1B പ്രോബബിലിറ്റി റൂൾസ് അനുസരിച്ചാണ്. ഫോം I-129 ഉപയോഗിച്ച് വിദേശികൾക്ക് അമേരിക്കയിൽ താൽക്കാലികമായി ജോലി ചെയ്യാനോ പരിശീലനം നേടാനോ ഉള്ള അനുമതിക്കായി തൊഴിലുടമകൾ USCISന് അപേക്ഷ സമർപ്പിക്കണം. നിങ്ങളുടെ ഫോം I-140 അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് ഗ്രീൻ കാർഡിനായുള്ള ആദ്യപടി. എന്നാൽ ഗ്രീൻ കാർഡിനായുള്ള ഇമിഗ്രന്റ് വിസ നമ്പർ ലഭിക്കാൻ കാലതാമസം നേരിടുന്നെങ്കിൽ നിങ്ങളുടെ തൊഴിലുടമയ്ക്ക് 6 വർഷത്തെ പരിധി കഴിഞ്ഞും H-1B വിസ നീട്ടാൻ അപേക്ഷിക്കാം. USCIS ഇത് 3 വർഷം വീതമുള്ള ഘട്ടങ്ങളായി അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ ഫോം I-140 അംഗീകരിക്കപ്പെടുകയും ഇമിഗ്രന്റ് വിസ നമ്പർ ലഭ്യമാവുകയും ചെയ്താൽ അത് H-1B വിസ 6 വർഷത്തിൽ കൂടുതൽ നീട്ടാൻ ഒരു കാരണമായി കണക്കാക്കില്ല. 1 വർഷത്തെ നീട്ടി നൽകൽ നിയമം ബാധകമാകുന്നത് നിങ്ങളുടെ തൊഴിലുടമ ലേബർ സർട്ടിഫിക്കേഷനോ I-140 ഫോമോ 6 വർഷത്തെ കാലാവധി അവസാനിക്കുന്നതിന് കുറഞ്ഞത് 365 ദിവസം മുൻപെങ്കിലും സമർപ്പിക്കുകയും ആ അപേക്ഷ അപ്പോഴും പരിഗണനയിൽ ഇരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. ജോലി മാറുന്ന സാഹചര്യങ്ങളിലോ ജോലി നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിലോ കൃത്യസമയത്ത് സമർപ്പിക്കുന്ന ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് അഥവാ വിസ നീട്ടാനുള്ള അപേക്ഷകൾ സാധാരണയായി അംഗീകരിക്കപ്പെടുന്നത് വരെ അമേരിക്കയിൽ തുടരാൻ നിങ്ങളെ അനുവദിക്കും. നിങ്ങളുടെ H-1B വിസയുടെ കാലാവധി കഴിഞ്ഞാലും ഇത് ബാധകമാണ്. എന്നാൽ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് അംഗീകരിക്കപ്പെടുന്നത് വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ അനുവാദമുണ്ടായിരിക്കില്ല. അമേരിക്കയിൽ നിന്ന് പുറത്തു പോകാതെ തൊഴിലുടമ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഇത് വരുന്നത്. ഒരു കമ്പല്ലിംഗ് സർക്കംസ്റ്റാൻസസ് EAD അപേക്ഷ പരിഗണനയിലുണ്ടെങ്കിൽ നിങ്ങളുടെ H-1B വിസയുടെ കാലാവധി കഴിഞ്ഞാലും ആ അപേക്ഷയുടെ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ അമേരിക്കയിൽ താമസിക്കാൻ അനുമതി ലഭിക്കും. എന്നാൽ ഈ സാഹചര്യത്തിലും CCEAD അംഗീകരിക്കപ്പെടുന്നത് വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ അനുവാദമുണ്ടായിരിക്കില്ല. CCEAD അംഗീകരിക്കപ്പെട്ടാൽ അത് താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി നൽകും. ഈ അനുമതി ഓരോ വർഷവും പുതുക്കാൻ സാധിക്കും. നിങ്ങളുടെ സാഹചര്യങ്ങൾ തുടരുകയാണെങ്കിൽ CCEAD ഉള്ള ഒരാൾക്ക് ഏത് തൊഴിലുടമയും കീഴിലും ജോലി ചെയ്യാൻ സാധിക്കും. ഫോം I-485 അപേക്ഷ സമർപ്പിക്കുകയും അതിനോടൊപ്പം ഒരു EAD അംഗീകരിക്കപ്പെടുകയും ചെയ്താൽ നിങ്ങളുടെ H-1B വിസയുടെ കാലാവധി കഴിഞ്ഞാലും ഫോം I-485 തീർപ്പാക്കുന്നത് വരെ അമേരിക്കയിൽ താമസിക്കാൻ അനുമതി ലഭിക്കും. സാധുവായ EAD ഉള്ള ഒരാൾക്ക് ഏത് തൊഴിലുടമയുടെ കീഴിലും ജോലി ചെയ്യാൻ സാധിക്കും. ഫോം I-485 അംഗീകരിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ലോഫുൾ പെർമനന്റ് റെസിഡന്റ് അഥവാ ഗ്രീൻ കാർഡ് ലഭിക്കും. ഗ്രീൻ കാർഡ് ഉള്ള ഒരാൾക്ക് അമേരിക്കയിൽ ഏത് തൊഴിലുടമയുടെ കീഴിലും ജോലി ചെയ്യാൻ അനുവാദമുണ്ട്. ചുരുക്കത്തിൽ ചില പ്രത്യേക നടപടിക്രമങ്ങൾ പാലിച്ചാൽ H-1B വിസയുടെ 6 വർഷത്തെ പരിധി കഴിഞ്ഞും അമേരിക്കയിൽ തുടരാനും ജോലി ചെയ്യാനും സാധിക്കും. ഇതിനായി നിയമപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും കൃത്യസമയത്ത് അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.